ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭൂപടം എന്ന അതിർത്തി രേഖകളിൽ നിന്നും നിശബ്ദമായി സർവർ റൂമുകളിലേക്കും പറിച്ചു നട്ടപ്പെട്ടിരിക്കുകയാണ്. ആകാശത്തു നിന്നും അഗ്നി വർഷിക്കുന്ന മിസൈലുകൾ കെട്ടിടങ്ങളെയും മനുഷ്യജീവനുകളെയും തകർക്കുമ്പോൾ കണ്ണുകൾക്ക് അദൃശ്യമായി മറ്റൊരു യുദ്ധം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും സ്മാർട്ട് ഫോണുകളിലും ആളിപ്പടരുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധവിമാനങ്ങൾ ഗർജിക്കുമ്പോൾ അപ്പുറത്ത് കീബോർഡുകളിൽ വിരലമർത്തി സൈബർ പോരാളികൾ സാമ്പത്തിക വ്യവസ്ഥകളെയും ആരോഗ്യ മേഖലകളെയും നിശ്ചലമാക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിയുണ്ടകളിൽ നിന്ന് വൈറസുകളിലേക്കും ബങ്കറുകളിലേക്ക് നിന്നും ഡേറ്റാ സെന്ററുകളിലേക്കും പടരുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സൈബർ വാർഫെയർ അഥവാ ഡിജിറ്റൽ യുദ്ധമുറ ഇവിടെ ശത്രു അദൃശ്യനാണ്, പക്ഷെ പ്രഹരം മാരകവുമാണ്. സൈബർ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഹണ്ടല്ല. ഇവർ വെറും ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് അല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി സൈബർ ലോകത്ത് അവതാരമെടുത്ത ഡിജിറ്റൽ വിപ്ലവകാരികളാണ്. ഈ ഗ്രൂപ്പിന്റെ പേരിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. 1960കളിൽ പ്രശസ്ത പലസ്തീനി കാർട്ടൂണിസ്റ്റ് നാജി അൽ അലി വരച്ച 10 വയസ്സുകാരൻ ബാലന്റെ പേരാണിത്. ലോകത്തിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന കീറിയ വസ്ത്രം ധരിച്ച ആ ബാലൻ പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമാണ്. ഈ പേര് സ്വീകരിച്ച ഹാക്കിംഗ് ഗ്രൂപ്പ് ഇന്ന് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ഉറക്കം കെടുത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ്. പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ ഇറാൻ നയിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ സൈബർ സേനയായാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. സിയോണിസ്റ്റ് ശക്തികളുടെ ക്രൂരതയ്ക്കും ഇറാനിലെ മിനാബ് സ്കൂളിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിനും നൽകിയ ശക്തമായ തിരിച്ചടിയാണ് സ്ട്രൈക്കർ പോലുള്ള അമേരിക്കൻ ഭീകരന്മാർക്കെതിരെയുള്ള ആക്രമണമെന്ന് ഇവർ പ്രഖ്യാപിക്കുന്നു. കേവലം ഡേറ്റ മോഷ്ടാക്കളല്ല ഇവർ. ശത്രുവിന്റെ കണ്ണുകൾക്ക് മുന്നിൽ അദൃശ്യമായ വെല്ലുവിളി ഉയർത്തുന്നതിൽ ഇവർ അസാമാന്യ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. ജെറുസലേമിലെ സുരക്ഷാ ക്യാമറകളിലേക്ക് വരെ പൂർണ്ണ പ്രവേശനം നേടി ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളെ അവർക്ക് തന്നെ തിരിച്ചടിയാക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെയും ഇസ്രയേലിന്റെ സൈനിക സാങ്കേതിക വിദ്യയും തകർക്കാൻ ലക്ഷ്യമിടുന്ന ഇവർ ഡിജിറ്റൽ യുഗം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നുവെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തും തന്ത്രങ്ങളും ഈ പോരാളികൾക്ക് പിന്നിലുണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഏജൻസികളെ ഇന്ന് ഭീതിയിലാഴ്ത്തുകയാണ്. ഈ സൈബർ കടന്നാക്രമണങ്ങൾക്ക് പിന്നിൽ ഭീകരമായ മറ്റൊരു ലക്ഷ്യമുണ്ട്. അതാണ് മനഃശാസ്ത്രപരമായ യുദ്ധമുറ. സൈബർ ലോകത്ത് ഇതിനെ FUD എന്ന് വിളിക്കുന്നു, അതായത് ഭയം, അനിശ്ചിതത്വം, സംശയം എന്നിവ. ഇവ ശത്രു രാജ്യത്തെ ജനങ്ങളിൽ കുത്തിവെക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇസ്രായേൽ അധിഷ്ഠിതമായ ചെക്ക് പോയിന്റ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ വർഷങ്ങളായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഓരോ നീക്കവും അമേരിക്കൻ സിയോണിസ്റ്റ് സഖ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ പാകത്തിലുള്ളതാണ്. വെറുമൊരു ഹാക്കിങ്ങിനപ്പുറം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ പരാജയമാണെന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ഇറാന്റെ ഈ നിഴൽ പോരാളികൾ ചെയ്യുന്നത്. അതിർത്തിയിൽ മിസൈലുകളും ടാങ്കുകളും ഏറ്റുമുട്ടുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും ഹാക്ക് ആൻഡ് ലീക്ക് തന്ത്രങ്ങളിലൂടെയും ശത്രുവിന്റെ സ്വകാര്യതയിലേക്ക് ഇവർ കടന്നുകയറുന്നു. സ്ട്രൈക്കർ പോലുള്ള ആഗോള മെഡിക്കൽ ഭീമന്മാരെ നിശ്ചലമാക്കുന്നതിലൂടെ അമേരിക്കയുടെ ഏത് സുരക്ഷിത താവളവും തങ്ങൾക്ക് പ്രാപ്യമാണെന്ന് ഇവർ തെളിയിക്കുന്നു. ഒരു വലിയ കമ്പനിയുടെ സെർവറുകൾ ഹാക്ക് ചെയ്യുക എന്നതിനർത്ഥം ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ അപകടത്തിലാക്കുക എന്ന് മാത്രമല്ല, ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ അത് ബാധിക്കുന്നു എന്നതാണ്. ഡോക്സിംഗ് പോലുള്ള തന്ത്രങ്ങളിലൂടെ സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും വ്യക്തിവിവരങ്ങൾ പുറത്തുവിടുന്നത് ശത്രുപാളയത്തിൽ കനത്ത പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സാങ്കേതിക കരുത്തിനെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഈ ഡിജിറ്റൽ ബ്രഹ്മാസ്ത്രം ആധുനിക യുദ്ധം വെടിയുണ്ടകളെക്കാൾ വിനാശകരമായ കോഡുകളിലേക്ക് മാറി എന്നതിന്റെ തെളിവാണ്. ലെബനിലെയും ഗാസയിലെയും മണ്ണിൽ ഇസ്രായേൽ വർഷിക്കുന്ന ഓരോ മിസൈലിനും ഡിജിറ്റൽ ലോകത്ത് ഇറാൻ അനുകൂല ഹാക്കർമാർ പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ കടൽ തീരങ്ങളിലും ഗാസയിലെ തെരുവുകളിലും സാധാരണക്കാർ പിടഞ്ഞു വീഴുമ്പോൾ ആ ചോരയുടെ പ്രതിഫലം അമേരിക്കൻ കോർപ്പറേറ്റ് സെർവറുകളിൽ ഡിജിറ്റൽ പ്രകമ്പനങ്ങളായി മാറുന്നു. സിയോണിസ്റ്റ് ശക്തികളുടെ അതിക്രമത്തിനെതിരെ ഇന്ത്യ ഉൾപ്പെടെ 30ഓളം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ഇറാൻ നയിക്കുന്ന പ്രതിരോധ നിര സൈബർ ലോകത്ത് പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഭൗതികമായ യുദ്ധവും സൈബർ യുദ്ധവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇവിടെ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഓരോ വ്യോമാക്രമണത്തിന് മറുപടിയായി സ്ട്രൈക്കർ, വേരിഫോൺ തുടങ്ങിയ ആഗോള ഭീമന്മാരെ ലക്ഷ്യമിടുന്നത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശമാണ്. അധിനിവേശ ശക്തികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം തകർക്കുക എന്നതാണ്. ലോകത്തെ സ്വതന്ത്രരായ ജനതയുടെ പോരാട്ടമായി ഇതിനെ വിശേഷിപ്പിക്കുന്ന ഹണ്ട്ല അമേരിക്കയുടെ ആധുനിക ആയുധ ശേഖരത്തെക്കാൾ കരുത്ത് തങ്ങളുടെ കീബോർഡുകൾക്കുണ്ടെന്ന് തെളിയിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ രോദനം ഉയരുമ്പോൾ അത് സൈബർ സ്പേസിൽ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്ന ഇടിമുഴക്കമായി മാറുന്നു. ഇത് സൈബർ യുദ്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം മാത്രമാണെന്ന് ഇവരുടെ മുന്നറിയിപ്പ് ലോകത്തിന് നൽകുന്നത് ശുഭകരമായ സൂചനയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ പ്രകമ്പനമാണ്. യുദ്ധം വെറും മണ്ണിലും വിണ്ണിലും ഒതുങ്ങുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അതിന് നമ്മുടെ സ്വകാര്യ ഡേറ്റയിലേക്കും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ
സിരകളിലേക്ക് ആഴത്തിൽ പടർന്നിരിക്കുന്നു. ആകാശത്ത് നിന്നും വരുന്ന മിസൈലുകളെ തടയാൻ ഇസ്രയേലിന് അയൺ ഡോം പോലുള്ള പ്രതിരോധ കവചങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇറാന്റെ ഈ നിശബ്ദമായ ഡിജിറ്റൽ കൊലയാളികളെ തടയാൻ അമേരിക്കൻ സാങ്കേതിക വിദ്യകൾ പോലും ഇന്ന് പതറുകയാണ്. ഈ പോരാട്ടം കേവലം ഡേറ്റ ചോർച്ചയല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ വിപ്ലവമാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് തോക്കുകൾ ഗർജിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അദൃശ്യമായ കീബോർഡുകൾ ഒരു സാമ്രാജ്യത്വത്തിന്റെ തന്നെ അടിത്തറ ഇളക്കുന്നു. സൈബർ യുദ്ധത്തിന്റെ ഈ പുതിയ യുഗത്തിൽ ആയുധങ്ങളെക്കാൾ കരുത്ത ആദർശങ്ങൾക്കും കോഡുകൾക്കുമാണെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഹൻല എന്ന ഹാക്കിംഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സാങ്കേതിക വിദ്യയുടെ ആയുധവൽക്കരണമാണ്. ഡിജിറ്റൽ ലോകത്തെ സുരക്ഷിതത്വമാണെന്ന് ഒരു മിഥ്യയാണെന്നും ഏതൊരു ആധുനിക രാഷ്ട്രത്തെയും തകർക്കാൻ സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി ഒരു ഡിജിറ്റൽ വൈറസിന് സാധിക്കുമെന്നും ഇത് തെളിയിക്കുന്നു. സ്ട്രൈക്കർ പോലുള്ള സ്ഥാപനങ്ങൾ നേരിട്ട് തിരിച്ചടി ലോകമെമ്പാടുമുള്ള IT മേഖലയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം കോർപ്പറേറ്റ് സെർവറുകളിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഭൗതികമായ അതിർത്തികളെക്കാൾ വിനാശകരമായ തകർച്ചകൾ ഡിജിറ്റൽ അതിർത്തികളിൽ സംഭവിക്കുന്നത് ലോകത്തിന്റെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും.